വായ്പാമേള സംഘടിപ്പിച്ച് കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ നെസ് പാസ്റ്റൽ സെന്ററിൽ ചേർന്ന യോഗത്തിൽ വായ്പയുടെ വിതരണോദ്ഘാടനം KSBCD മൂവാറ്റുപുഴ സോണൽ മാനേജർ G ശശികല നിർവഹിച്ചു. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനായി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വഴി വായ്പ വിതരണം ചെയ്തു. 23 സംഘങ്ങളിലെ 253 പേർക്കായി 1,90,00,000 രൂപയാണ് വിതരണം ചെയ്തത്. മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വായ്പയുടെ വിതരണോദ്ഘാടനം KSBCDC മൂവാറ്റുപുഴ സോണൽ മാനേജർ G ശശികല നിർവഹിച്ചു. KSSS പ്രസിഡന്റ് റവറന്റ് ഡോക്ടർ പയസ് മാലേക്കണ്ടത്തിൽ, സെക്രട്ടറി ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ എന്നിവർ ചേർന്ന് ചെക്ക് ഏറ്റുവാങ്ങി. തുടർന്ന് വായ്പാ സംഘങ്ങൾക്ക് വിതരണം ചെയ്തു. KSS ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികാരി ജനറൽ റവറന്റ് ഡോക്ടർ പയസ് മലക്കണ്ടത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ, ഫാദർ പൗലോസ് നെടുംതടത്തിൽ, പ്രൊഫസർ ജോസ് കാരിക്കുന്നേൽ, ഐബ് ജോൺ കല്ലിങ്കൽ, ജോൺസൺ കറുകപ്പിള്ളിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രോഗ്രാമിന് മുന്നോടിയായി സജീവം ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സെമിനാർ നടത്തി. സജീവം പ്രൊജക്ട് സ്റ്റേറ്റ് കോർഡിനേറ്റർ സജോ ജോയ് സെമിനാറിന് നേതൃത്വം നൽകി. അതിന്റെ കാരിതാസ് വിഭാവനം ചെയ്ത ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞ ഒരു വർഷക്കാലം എല്ലാ രൂപത കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ സർവീസ് സൊസൈറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അതേ തുടർന്ന് രണ്ടാം ഘട്ടം എന്ന നിലയിൽ 5 രൂപതകളെ നല്ല രീതിയിൽ പ്രവർത്തിച്ച രൂപതകൾ എന്ന നിലയിൽ തിരഞ്ഞെടുക്കുകയും ആ രൂപതകൾക്ക് കീഴിൽ ഏതാനും രൂപതകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് 5 റീജിയനുകളിലായിട്ട് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം. അതിലൊന്ന് കോതമംഗലം രൂപത തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ വർഷത്തെ സജീവ പ്രവർത്തനത്തിന്റെ മികവ് കണക്കാക്കിക്കൂടിയാണ് ഈ ഉത്തരവാദിത്വം കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ ഏൽപ്പിച്ചത്. ഈ ബുദ്ധമതത്തിൽ ചൊല്ലുണ്ട്, വരുമാനം കിട്ടുന്നതേ 4 കൊണ്ട് ജീവിക്കാൻ പറ്റും. 1 കൊണ്ട് ജീവിക്കണം. 4 ഭാഗമുണ്ട്. ആ മുഖഭാഗമായിട്ട് വയ്ക്കണം. 4 ഭാഗം മാത്രമേ ചിലവാക്കാവുള്ളൂ. 4 ഭാഗം കച്ചവടം ചെയ്യാനാണ്. നിങ്ങൾ ഇരട്ടിക്കാൻ പറ്റുമെന്നോ, 1 വട്ടം മേടിച്ച് 2 വട്ടമാക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ 1 പശുവിന് മേടിച്ച് 2 പശു ആക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ 1 ആട്ടിന് മേടിച്ച് 2 ആട്ടാക്കാൻ പറ്റുന്നു. 4 മിച്ചം വെക്കണം. എവിടെയെങ്കിലും എമർജൻസി വന്നാൽ, ആശുപത്രി വന്നില്ല, അല്ലെ കേസ് വന്നില്ല. അപ്പൊ നമ്മുടെ വരുമാനം മുഴുവൻ ചെലവഴിച്ച് പോകരുത്, അല്ലേ? വരുമാനം കുറച്ച് നമ്മള് 4ാമത്തെ നമ്മൾ എന്തെങ്കിലും ലോണ് പണം കൊണ്ടുപോയി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.